സ്വാഗതം പ്രിയരെ. ഇന്നത്തെ ടാരോ കാർഡ് റീഡ് എന്ന് പറയുന്നത് എൻ്റെ ഭാവി എനിക്ക് എന്ത് സന്ദേശമാണ് തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് ഒരു സന്ദേശം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് കറണ്ട് എനർജി എന്ന് പറയും. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പോൾ മാറേണ്ടത്, എന്താണ് നമ്മൾ അറിയേണ്ടത്, എന്ത് ചെയ്താലാണ് നമുക്ക് ആ ഫ്യൂച്ചറിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാർഡ് ഫ്യൂച്ചർ നമ്മളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കാർഡിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. 2 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾ കണ്ടറിയാൻ പറ്റും. ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും മുന്നോട്ട് കുതിച്ചിട്ടില്ല. അയാളുടെ പുറകിൽ നമുക്ക് എന്താ പറയുക, വേറൊരു ഷെയ്ഡ് കാണാം, മറ്റൊരു വ്യക്തി നിൽക്കുന്നത്. അപ്പോൾ ഇത് ഹീറോഫൻ്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രീക്ക് മിത്തോളജി പ്രകാരം ബ്ലസ് ചെയ്ത് വിടുന്ന ഒരു ഫാദർ ഫിഗറാണ്. പക്ഷേ ഈ വ്യക്തി മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ ഈ കറണ്ട് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ഈ കാർഡ് റീഡ് കാണുമ്പോൾ ഒരു പുതിയ വർഷം തുടങ്ങാൻ പോകുന്നൊരു സമയമൊക്കെയാണ്. അതായത് പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്ലാനിങ് എന്ന് പറയുന്ന എനർജിയാണ് ഇപ്പോൾ ഉള്ളത്, ആക്ഷൻ എന്നുള്ള എനർജി അല്ല. പക്ഷേ അത് നല്ലൊരു എനർജി തന്നെയാണ്. പ്ലാൻ ചെയ്യുന്നപ്പോഴും നല്ല കാര്യം തന്നെയാണ്. ഇനി ഫ്യൂച്ചർ എന്താണ് നമുക്ക് പറയുന്നത് നമുക്ക് നോക്കാം. ഇറ്റ്സ് 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും, ഒരു അച്ഛനും മകനും നിലനിൽക്കുന്നതാണ്. മകൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, അച്ഛൻ എന്താ പറയുക ഇത് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ധനത്തിൻ്റെ ഒരു കാർഡാണത്. അതായത് അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ വേണ്ട കടമൊന്നുമില്ലാത്തൊരു സെറ്റപ്പ് എന്ന് പറയുന്നതാണ്. അവിടേക്ക് എത്താൻ നമുക്ക് എന്ത് വേണം, ഇതാണ് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. അത് 10 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. 10 ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി, കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്ന എനർജിയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താനുള്ള പാലം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഇത് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. അത് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നാണ് അത് വേണ്ടത്. അത് നിങ്ങൾ അല്ലെങ്കിൽ വിവാഹിതയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, മക്കൾ എന്നിവരിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ ആ ഒരു എനർജി അലൈൻമെൻ്റ് ആണ് നമുക്കൊരു കുറവായിട്ട് കാണുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ഒരുപക്ഷെ ആയിരിക്കില്ല, നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഒന്നുകൂടി നന്നായിട്ട് ശ്രമിച്ചു നോക്കൂ. കാരണം എന്താ വെച്ചാൽ ആ ഒരു എനർജിയാണ് നിങ്ങളവിടേക്ക് എത്തിക്കുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്.